ഷാഫി ചാലിയം, ഇപ്പോൾ സഖാക്കൾക്കും സമുദായത്തിനുമൊപ്പം എന്ന ഒരു രൂപത്തിലേക്ക് സ്വയം മാറുകയാണ് അൻവർ. നാളെ വൈകിട്ട് 6:30 നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും വിളിക്കുകയാണ്. അൻവറിൻ്റെ പുതിയ രാഷ്ട്രീയം എന്താണെന്നാണ് നിങ്ങളുടെ മനസ്സിലാക്കൽ? അല്ല, അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അൻവർ പല വിഷയങ്ങളിലും പലരിൽ നിന്നും വിഭിന്നനായ ഒരു കഥാപാത്രമാണ്. അദ്ദേഹം CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് കടുത്ത നീക്കങ്ങളുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ അൻവറിനെതിരെ വളരെ പെട്ടെന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ CPM അതിൻ്റെ സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ്. ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA കൈയും കാലും തല്ലിയൊടിച്ച് ചാലിയാറിൽ ഒഴുക്കുമെന്ന അത്യന്തം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള പല മുദ്രാവാക്യങ്ങളൊക്കെ ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെ കാഞ്ഞങ്ങാട് ചേർന്ന യൂത്ത് ലീഗിൻ്റെ ഒരു റാലിയിൽ ഏതോ ഒരുത്തൻ, വിവരം കെട്ട ഒരുത്തൻ, അമ്പലനടയിൽ കെട്ടിത്തൂക്കും എന്നൊരു മുദ്രാവാക്യം വിളിച്ചവനെതിരെ മാത്രമല്ല, ഏറ്റുപറഞ്ഞ ഒരു ഡസൻ ആൾക്കെതിരെ കേസെടുത്ത പോലീസാണ് കേരളത്തിൽ. എന്നാൽ ഒരു MLA കയ്യും കാലും കൊത്തി ചാലിയാർ പുഴയിൽ എറിയും എന്ന് പറഞ്ഞവർക്കെതിരെ ഇവിടെ എന്താ കേസുണ്ടോ? CPM-മാർക്ക് എന്തുവാകാം? ആരായി വെല്ലുവിളിക്കണത്? വെല്ലുവിളിക്കണമൊക്കെ എഴുന്നേറ്റെടുക്കാൻ വയ്യാത്ത 50-60 വയസ്സ് കഴിഞ്ഞ മനുഷ്യന്മാരാണ്. അതേമാതിരി തന്നെ 40-50 വയസ്സുള്ള കുറേ ചേച്ചിമാരാണ്. സ്വന്തമായിട്ട് തന്നെ എഴുന്നേറ്റെടുക്കാൻ വയ്യ. അതിലൊന്നും ഒറ്റ യുവാക്കൾ പോലുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൻവർ എന്താ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക. മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി കൊണ്ടുപോകാൻ അൻവറിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു ഫാൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ നമ്മളെ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കിയ പോലുള്ള എന്തെങ്കിലും ഒരു സംവിധാനമോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് അൻവർ ഒരു ദിവസം കൊണ്ട് ഇത്ര കടുത്ത വർഗീയവാദിയും മറ്റും ആക്കിയാണ് CPM ചിത്രീകരിക്കുന്നത്.